കേക്ക് മുറി കേക്ക് മുറിക്കാൻ മുറിച്ചോ ആണോ പിന്നെ മുറിച്ചോണ്ടാ പറയുന്നേ മധുരമുണ്ടോ 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 നല്ല മധുര അല്ലേ ആ എന്നാ ഇഷ്ടപ്പെട്ടു എലിക്കുട്ടിക്ക് കൈ കഴുകാൻ പോവാ അത് കൈ കഴുകണ്ട ഇനി കഴിക്കാനുള്ളല്ലേ കൈ കഴുകണ്ട ഇനി ഉടനെ നമുക്ക് വെട്ടി മുറിക്കാം ആ ചാച്ചൻ വരുമായിരിക്കും അതൊക്കെ വരുമല്ല രാജമന്ദിരം മുറിച്ചാൽ മതിയോ ഉണ്ടോന്ന് അറിയത്തില്ല ഉണ്ടോ ഉപ്പന്തറയ്ക്ക് പോയിട്ടാ ആ എന്നാ മുപ്പന്തരക്ക് പോയതായിരിക്കും നീ അതാ വാ നമ്മളൊക്കെ ഇല്ലേ നമ്മളൊക്കെ വീട്ടിലില്ലേ ആ നമ്മളൊക്കെ വീട്ടിലുണ്ടല്ലോ കുറുപ്പന്തറയ്ക്കാ ഓ ഇനി എന്താ കുറുപ്പന്തറയ്ക്ക് പോകാനാ വൃത്തിയോടെ ഭയങ്കരമായിട്ട് ഷേണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവസാനം 8 കഴിയുമ്പോൾ കാണാനാക്കിയാണ് റെക്കോർഡാണോ പറഞ്ഞു അപ്പം അമ്മയുടെ അപ്പായുടെ വെഡിങ് ആനിവേഴ്സറി മെയ് 29-നായിരുന്നു. പക്ഷെ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ ആയിരുന്നു ഞങ്ങൾ കേക്ക് മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മുറിക്കുമോ കേക്ക് 21ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. 21ാമത്തെ വെഡിങ് ആനിവേഴ്സറി കേക്ക് എലിക്കുട്ടികള് വാ കൈ കഴുകാൻ പോവാ മുറിക്കാനല്ലേ ഈ ആളില്ല അവനല്ലേ അല്ലെങ്കിൽ നമുക്ക് എന്നാലും ഒന്ന് മുറിച്ചേക്കാം. കൈ കഴുകിട്ട് വാ. വീട്ടിൽ നല്ല സ്ഥിതിയാ, കുഴപ്പമൊന്നുമില്ല. അവിടെ ആരും ഇല്ലേ? ഹാപ്പി ആനിവേഴ്സറി കണ്ടില്ലേ? അത് 21 ഞാൻ എഴുതിയില്ല. എല്ലാവർക്കും മനുഷ്യന്മാർക്ക് കാണുമ്പോ അറിയാതെ എന്തിന്റെ ആനിവേഴ്സറി ആണെന്ന്. അത് എഴുതാൻ വല്ല സ്പേസ് ഉണ്ട്, അത്രയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2-3 കിലോയുടെ കേക്ക് വേണമായിരുന്നു. ആദ്യം പറയും ഇവിടെ ഇച്ചിരി കയറ്റി അറിയാം, പിന്നെ ഇവിടെ ഇങ്ങോട്ട് വൃത്തിയായിട്ട് വരത്തില്ല. സമയം പോണമ്മ, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ എലിക്കുട്ടി വാ, എനിക്ക് വേറെ പണിയുണ്ടെന്ന്. ചക്ക വെട്ടാനുണ്ടെന്ന്. ചക്ക ചക്ക ആ ഇവിടെ ഉണ്ടെന്ന്. വാ ഇനി തുടങ്ങുന്ന പിടി പിടി പിടി. എന്നാ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ആണോ? അല്ല, ഹാപ്പി ബർത്ത്ഡേ. രണ്ടുപേരും കൂടെ പാടി, ഞങ്ങള് പാടിയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ പാടിക്കണം. മീനാടെ എല്ലാം പോയി. വാ എലിക്കുട്ടി പിടി. കൈ പഠിക്ക്. അവിടെ കുഴഞ്ഞു പോകുന്നു. വെള്ളം ഉറപ്പില്ല അതുകൊണ്ടുണ്ടല്ലോ കൊച്ചങ്ങൾക്കായാലും കൊടുത്താൽ അവരുടെ കയ്യിൽ നിന്നെല്ലാം പുറത്തു പോകും. തിന്നാനൊന്നും കൂടിയില്ല. നല്ലതാണോ ഇല്ല നോക്കട്ടെ ആദ്യം. വെള്ളം വലിയത് എന്തെങ്കിലും ക്രീം എടുത്ത് തന്നിട്ട് കാര്യമില്ല, കേക്കും കൂടെ എടുത്ത് കഴിച്ചു നോക്ക്. വേറെ നല്ല ടേസ്റ്റാ. അത് ഇതിനകത്ത് വെച്ച് കൊടുത്തരാം. അപ്പടി വെള്ളം ഇത്ര വലിയ ഭക്ഷണമൊന്നും വായി കയറിയല്ല, കുറച്ച് വെച്ചാ മതി. വീട്ടിലുണ്ടോ? ഇല്ലേ? ഇല്ലേ? ചാച്ചനൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള ചാച്ചന്മാരൊക്കെ ഉള്ളു. ഇവിടെയൊക്കെ മേടിച്ചിട്ട് തല്ലി മേടിക്കും. കാണിക്കണ്ട.
കേക്കിനെ കുറിച്ചുള്ള അഭിപ്രായം പറ. കേക്കിനെ കുറിച്ച് പ്രത്യേക അഭിപ്രായം. എനിക്ക് കേക്കണം, ഞാനാ മേടിച്ചോണ്ട് അതുകൊണ്ട് എനിക്ക് കേക്കണം. എടുത്തോ മോനെ, ഒരു വർഷം എടുത്തോ. അല്ലേ ഓ, അത് തല തിരിച്ചു തന്നു. എന്തിനാ കേക്കെന്നറിയാവോ? കേക്ക് മുറിച്ച് എന്തിനാന്നറിയാവോ? മുറിച്ച് എന്തിനാന്നറിയാവോ? ഇങ്ങോട്ട് ഞാൻ ചോട്ട് തരാം. അത് എന്തിനാ മുറിച്ചെന്നറിയണ്ടേ? കേക്ക് എന്തിനാ മുറിച്ചെന്നറിയണ്ടേ? എന്തിനാ കേക്ക് മുറിച്ചേ? അതെ, ഇത് എന്തിനാ കേക്ക് മുറിച്ചതിനകത്തിനാ? ആ, ഞൊണിഞ്ഞിറക്കിയാൽ മതിയല്ലോ, കടിക്കണ്ടല്ലോ. അല്ല നല്ലത്. ഇതെന്തിൻ്റെയാ കേക്ക്? ഇതെന്തിൻ്റെയാ കേക്കെന്നറിയാവോ? ഞാൻ തിന്നു. എന്നേ മെയ് 29 വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ 21 വർഷമായി. മെയ് 29 ഓർക്കുന്നുണ്ടോ? ആ, വീട്ടിൽ ചാച്ചനുണ്ട്. ഉള്ള ചാച്ചനായിരിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 29 ഇല്ലേ? മെയ് 29 മെയ് മാസം. ആ, മെയ് മാസം. ആ, മെയ് മാസം 29 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി. ആ, ഇടവമാസമായി. അത് ശരിയാ, ഇടവമാസമൊക്കെ ആയി. അത് അമ്മയല്ലോ. മറ്റേ രണ്ടുപേരും അവര് ഒന്ന് അല്ല ചിറ്റപ്പനല്ലേ? ചിറ്റപ്പനാണ് അവരുടെ പേരെന്നാ? ജോമോൻ ചിറ്റപ്പൻ. പറഞ്ഞു ജോമോൻ ചിറ്റപ്പൻ. ഇന്നിപ്പോ ജോമോൻ ചിറ്റപ്പനാണ്. അമ്മ പിന്നെ പഴയ ആളാണ്. അമ്മ പിന്നെ പഴയ ആള്. മറ്റതോ പെണ്ണോ? അതാരാ? ആരാ ഇത്? അത് ഇവിടെ ഉള്ള വേണ്ടല്ലേ? ആണല്ലേ? അല്ലേ? ആ, എനിക്കറിയത്തില്ല. ഉറപ്പ് പറ. എനിക്കറിയത്തില്ല. ഞാൻ അതിനുമായിട്ട് അവന് പരിചയമില്ലല്ലോ. ആണോ? കണ്ടിട്ട് പോലും ഇല്ലേ? കണ്ടിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴും ഒന്നും കണ്ടിട്ടുണ്ട് വരുമ്പം. ആണല്ലേ? സ്ഥിരം ഇവിടെ ഒന്ന് കാണിച്ചു കണ്ടെങ്കില്ല അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? പിന്നെ എവിടെ പോവായിരിക്കും ആ പെണ്ണ് സ്ഥിരം ഇവിടെ ഉണ്ടായിട്ട്? ആരാ ആ പെണ്ണ്? സ്ഥിരം ഇവിടെ ഉള്ളതാന്നേ. ആണോ? പിന്നെ അമ്മ കാണാറില്ലേ? ആ, എന്നാലും അത് ഏതെങ്കിലും കാര്യത്തിലൊക്കെ പോവായിരിക്കും. അമ്മയുടെ കൂടെ ഒന്ന് കിടക്കാറില്ലേ? അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാറില്ലേ? വല്ലയിലൊക്കെ പോവായിരിക്കും. പല കാര്യമില്ല, അത് പോകും. അമ്മേനെ ഇട്ടേച്ച് പോവല്ലേ? പഴയ പെൺപിള്ളേരല്ല, അവരിയ്ക്കല്ലേ. അവരിയ്ക്കല്ലേ? ഇപ്പോഴത്തെ പെൺപിള്ളേരിക്കില്ല, ഇപ്പോഴത്തെ ഒട്ടുമില്ല. പഴയ പെൺപിള്ളേരൊക്കെ ഇരിക്കും. ഇന്നേ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാ. അതെ. ആരുടെ? കല്യാണ വാർഷികം. കല്യാണം കഴിച്ചതിന്റെ വാർഷികം ഇന്ന്. കല്യാണം കഴിഞ്ഞിട്ടേ അമ്മ അതൊന്നും കേക്കിയല്ല. ഫ്രിഡ്ജിൽ വെക്കാൻ തണുപ്പിക്കാൻ. ഇന്നേ ഇങ്ങനെ നോക്കിയത് ഇതിനകത്ത് ഒട്ടിക്കുക. അയ്യോ, ഇന്ന് ചാച്ചനെ പിടിച്ചു വെച്ചിരിക്കുവാണല്ലോ. ഉണ്ട് ഉണ്ട്. പുറത്തോട്ട് പോയില്ല. ഇതാണ്ട് ഇവിടെ അടുത്തിരിപ്പുണ്ട്. ഇത് ചാച്ചനല്ലേ? പോയി കാണും. കാർന്നോരാണ് ഇപ്പൊ ഇവിടുത്തെ. ഇപ്പോഴത്തെ കാർന്നോര് ഇതാണ് ഇവിടുത്തെ വീട്ടിലെ. അമ്മയ്ക്ക് എന്നെ അറിയത്തില്ലാത്ത അങ്ങനെ കപ്പെല്ലാം എടുത്തു വെച്ചാണ്. ആ ചായ അമ്മേ
എടാ വിവീന ഇച്ചിരി പഞ്ചസാര അമ്മയ്ക്ക് ഇട്ടുകൊണ്ട് വരണേ. ഞാൻ മറന്നുപോയി. വിവാന ഇച്ചിരി പഞ്ചസാര ഇട്ടുകൊണ്ട് ചായക്കത്. കേക്ക് ഉള്ളതുകൊണ്ട് മധുരം വേണ്ടായിരിക്കുമല്ലോ വല്ല ക്യാരറ്റ് കേക്കോ വല്ല പൈനാപ്പിൾ കേക്കോ ഒക്കെ ആയിരുന്നു നല്ലതായിരുന്നു. ഈ കേക്കൊന്നും മേടിക്കരുതാ ഞാൻ എനിക്ക് ഇഷ്ടമില്ല ഇതൊന്നും. ഈ കേക്കൊന്നും അമ്മ പറഞ്ഞ എന്നാ വളവളാന്നിരിക്കുവാന്ന് അല്ലെ മയവാന്ന് കൊള്ളത്തില്ലെന്ന് എനിക്കും ഇഷ്ടമില്ല. എനിക്കിഷ്ടമില്ലെന്ന് അതല്ലേ ഉണ്ടാക്കുന്നേ അതേ നീ ആർക്കും ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല അല്ലേ? ചുമ്മാ തട്ടിക്കൂട്ടി വെച്ച് കാശ് മേടിക്കുക ചെയ്തോണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മാത്രം ആയിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവരാ ഇവിടെ ഉറുപ്പ് എടുക്കുന്നു. തണുത്തു പോയി കുറെ നേരം ആയില്ലേ എടുത്തു വെച്ചു. ഇവിടെ എല്ലാവർക്കും തണുത്ത ചായ മതിയല്ലോ. എനിക്ക് ചൂട് വേണം. എന്റെ ചായ ഞാൻ നേരം പാനെ പിന്നെ ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിച്ചിട്ട് 21 വർഷമാവുക. ഇന്നല്ല മെയ് 29 എന്നത് കല്യാണ വാർഷികം കഴിച്ചിട്ടേ ഞങ്ങൾ രണ്ടുപേര് കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷം. എന്നിട്ട് എന്നായാവും ഇന്ന് 21 വർഷമായിരുന്നു. അതിന്റെ കേക്ക് മുറിച്ചതാന്ന്. 21 വർഷമായതിന്റെ കേക്ക് മുറിച്ചതാന്ന് അമ്മയോട് പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കണം അല്ലേ? 21 വർഷം അതിന്റെ കേക്കാണ് മുറിച്ചത്. അല്ലാതെ ഇങ്ങനെ അറ്റവും മുറി അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഒക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ എലിക്കുട്ടി? എന്നെക്കാളും അറിവുള്ളതല്ല അത് അവര് മുറിച്ച് കൊടുക്കുമല്ലേ. ഇത് ഓരോ ഭാഗവും ഓരോ ഭാഗം എല്ലാവർക്കും മുറിച്ചു കൊടുത്തു. നമ്മളും തിന്ന് പിന്നെ അല്ല പിന്നെ എന്നാ ചെയ്യാനാ? വിവിനെ വരാഞ്ഞോണ്ടാ വിവിനൊക്കെ അവധിയില്ലഞ്ഞോണ്ടോ നമ്മൾ ഇന്ന് വെച്ച് കൊടുക്കാതിരുന്നാ പിന്നെ വിഷമാ നോക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാ പിന്നെ നീ ഇല്ല ഞങ്ങക്ക് എന്തോ പോലെയാ. നീ അല്ലേ പണ്ട് ചെറുപ്പം മുതൽ ഒരുവിധ അറിവായപ്പോ മുതല് ആരോടെങ്കിലും വരുമ്പം പറയും എനിക്കൊരു കേക്ക് മേടിച്ചു തരണം. എന്റെ പപ്പായുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറിയാ. മിക്ക പ്രാവശ്യം എല്ലാ പ്രാവശ്യം തന്നെ കുഞ്ഞച്ചായനെ കൊണ്ടാണ് മേടിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ മുറിപ്പിക്കും. അങ്ങനെയല്ല ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും പോയി കേക്ക് മേടിച്ചോണ്ട് ഞങ്ങൾ മുറിക്കുകയല്ല. വിവീനയാണ് ഇതിന്റെ ആള് കേട്ടോ. വിവീനയാണ് എപ്പോഴും ഇങ്ങനെയുള്ള ആഘോഷ പരിപാടികൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് നിൽക്കുന്നത്. കൂടുതലും അവളാണ് കേക്ക് മേടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തിയിരിക്കുന്നതും കൂടുതലും ഞങ്ങൾ തന്നെയായിരുന്നപ്പം ഫസ്റ്റിലത്തെ പോലും പപ്പായ്ക്ക് പോലും അന്നത്തെ ഡേറ്റ് അറിയത്തില്ലായിരുന്നു. അന്തരം നല്ല ആളാ. നമ്മള് പല പരിപാടി ഇട്ട് കൂടി ഇതിനിടയ്ക്ക് ഇതെല്ലാം ഓർത്തിരിക്കും അല്ലേ? ടോമി ഇവിടെ ഉണ്ടോ? വീട്ടിലുണ്ടോ ഞാൻ ചോദിച്ചത്. ഈ വീട്ടിലില്ല. ഞങ്ങളുടെ വീട്ടിലില്ല. ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് എനിക്കറിയാവോ? ഞാനും അവിടെ ഇല്ലാത്തോണ്ട് എനിക്കറിയത്തില്ല. ജോലിക്ക് പോയി നീ ഉണ്ടാകണ്ടേ? എന്നാലല്ലേ വല്ല ആഘോഷം വല്ലതും ഉണ്ടാവുള്ളൂ. അത് വല്ല നടക്കുവോ? നീ അറിവായ പിന്നെയാണ് കേക്ക് മേടിച്ച് ആരെ കൊണ്ടെങ്കിലും കേക്ക് മേടിച്ചോണ്ട് വരും. എന്നിട്ട് എന്താണെന്നറിയാവോ അവക്ക് തിന്നാൻ വേണ്ടിട്ട്. അതാണ് മുഖ്യ കാര്യം. അതാ വേറൊന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. തിന്നണതൊക്കെ ഇഷ്ടമായിരുന്നു. എന്നാലും പുള്ളിക്ക് ഇങ്ങനെ ആഘോഷങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിന്റെ ഇവിടെ കെട്ടിയിട്ടാകാം. ഇവിടെ കെട്ടിയിട്ടാകാം. ഒന്നുമില്ലല്ലോ. അവിടെ ഒന്നും കെട്ടിയിട്ടില്ലല്ലോ. അത് എന്നതാ എവിടെ? ഇവിടെ കണ്ടോ നോക്കൂ. അങ്ങ് നോക്കാൻ ചെവിയുടെ ചോദ്യം കമ്മലായിരിക്കും. കാത് കുത്തി കമ്മലിട്ടിരിക്കുന്നതായിരിക്കും. അല്ല ജോമോളല്ല, ജോമോനല്ല. പിന്നെ അവന്റെ പേരാണ്. അവന്റെ പേരാ ജോമോൻ. ഞാനൊന്നും കണ്ടില്ലല്ലോ. അവൻ തറവാട്ട് നിൽക്കുന്നതല്ലേ. ആ തറവാട്ട് നിൽക്കും. അപ്പൊ ഇവിടെ അമ്മ വേറെ വീട്ടിലാണേ. അമ്മയുടെ ഉദരക്കട്ടെ പോണെന്നാണ് അമ്മ ഈ പറയുന്നത്. അതാണ് കാര്യം. ഞാൻ അന്ന് പോലെ ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾ ആരും അതല്ല വേറെ ആണ്ടാന്ന് പറഞ്ഞു. അല്ല അമ്മയ്ക്ക് ഉദരക്കട്ടെ പോകാനാണ് അമ്മ ഈ പറയുന്നത്. അമ്മ വേറെ ഏതോ വീട്ടിലാണ് അമ്മ. അങ്ങനെ എന്തോ ആണ്. അത് തന്നെയാ, അല്ല വേറെ ഒന്നുമല്ല. ഇനി നമുക്ക് പോകാം. ഒന്ന് ഉറങ്ങണ്ടേ? എവിടെയാ പോണ്ടേ? എവിടെയാ പോണ്ടേ? വീട്ടിലോട്ട് പോണോന്നേ. ഏത് വീട്? ഞങ്ങളെ വീട്ടിലോട്ട്. ഞങ്ങളെ വീട് കിടക്കണ്ടേ? ഞങ്ങൾ ആരൊക്കെയാ? ഞങ്ങൾ ആരൊക്കെയാ? ദേഷ്യപ്പെട്. ആരാ? ഞങ്ങൾ ആരൊക്കെയാ? ഇപ്പൊ അമ്മയോട് സംസാരിക്കുന്ന ആളോട്.
അതിന്റെ ദേഷ്യപ്പെട്ട് പിന്നെ വീട്ടിൽ പോകട്ടെ ചോദിക്കുമ്പോ എവിടെയാ വീടെന്നൊക്കെ എപ്പോഴും ചോദിച്ചോണ്ടിരുന്ന പിന്നെ ദേഷ്യം വരികയല്ലേ? അത് കിടക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കിടന്നാൽ മതി. അല്ലേ അങ്ങോട്ട് ഒന്നും പോയതാ, ഇത്തോളോട്ട് പോയി ഇരുന്നോണം. ഇഷ്ടമുള്ള വീട്ടിൽ പോയിരുന്നാൽ മതി. തൊട്ടെല്ലാം വഴക്കുണ്ടാക്കേണ്ട കാര്യം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാത്രം നോക്കി ചെയ്ത് ആർക്കും ദോഷം കൂടാത്ത അതെ മതി. എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് പെരുമാറും ചെയ്യും. അതെ അതെ, അതാണ് ആവശ്യം. അത് തന്നെ, അതാണ് വേണ്ടത്. ബാ, നിങ്ങൾ വരുന്നില്ലേ? ആത്മാർത്ഥതയൊന്നും ഇല്ലേ ആർക്കും? വന്നിരിക്ക്. ഇപ്പൊ വലിയ ജാടയാണല്ലോ. ഇനി മുതലൊക്കെ ഇനി വെഡിങ് ആനിവേഴ്സറി ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. വാ, നിർത്തുവാ. ചില്ലൂട്ടൻ ഇവിടെ വാ. ഇവിടെ വാ. ആ ജോക്കൂട്ടൻ. ഞങ്ങൾക്ക് വേറെ ആരും കൂട്ടാ. അപ്പൊ എന്നെ വിളിക്കുന്ന പേരിന് കുഴപ്പമില്ലല്ലേ? ഞാൻ ജോക്കൂട്ടൻ എന്ന് വിളിക്കുന്നതിനാണല്ലോ കുഴപ്പം. ഇടയ്ക്ക് എന്നെ ഒരൊറ്റ വിളിയാ, ഞാൻ പേടിച്ചു. എന്നിട്ട് എന്നാന്ന് ചോദിക്കുമ്പോ ചുമ്മാ വിളിച്ചതാണ്. അപ്പൊ കഴുകണ്ട, ഇതെല്ലാം കഴുകാനുണ്ട്. എല്ലാം കഴുകാനുണ്ടെന്നേ. ആ, അതൊക്കെ കഴുകാനുള്ള. ഇനിയിപ്പോ ധൃതി വെക്കണ്ട. ഒരെണ്ണം കഴി വെച്ചാൽ അതിന്റെ വെള്ളം പോലെ. ഓ പിന്നെ ഇത് മാത്രം വെള്ളം. അപ്പൊ ഇതാണ് തങ്ങ നോക്കി എന്നെ തിരിക്കുന്നവരാരൊക്കെയാ? 3, 4, 5 പേര്. അറിയാല്ലേ? 5 പേരും. അതില് അമ്മ മാത്രം, ആ തള്ള മാത്രം പ്രായമുള്ള കൂടുതലുള്ളൂ. മറ്റൊക്കെ ഒരു കണക്കിനുള്ളൂ പ്രായം. മറ്റവരൊക്കെ ചെറുപ്പക്കാരല്ലേ? ഒക്കെ ചെറുപ്പക്കാരാ. ആരൊക്കെയത് അറിയാമോ? ആരൊക്കെയാണ് ഇപ്പം നമുക്കൊന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നതല്ല അവളോ. ഇങ്ങനെ കണ്ടത് കൊണ്ട് ആ കാഴ്ച ശരിയായ കാഴ്ചക്കോടെ ആയില്ല. അതെല്ലേ? ഈ ഇരിക്കുന്നതൊക്കെയാണോ അവിടെ ഇരിക്കുന്നത്? എല്ലാം തോന്നട്ടെ. ഈ ഇരിക്കുന്നവരൊക്കെയാണോ അവിടെ ഇരിക്കുന്നത്? അവരൊക്കെ ആയിരിക്കും. ആണോ? ഉറപ്പില്ല, എനിക്കറിയത്തില്ല. എന്നാലും ഒന്ന് നോക്കിക്കേ. ഇപ്പൊ തള്ളയുടെ കാര്യം പറഞ്ഞു. ആ തള്ളേനെ വല്ല പരിചയമുണ്ടോ? തള്ള വളർന്നിപ്പുണ്ട്. തള്ളക്ക് എത്ര പ്രായം കാണും കണ്ടിട്ട്? തള്ളക്ക് എത്ര വയസ്സ് കാണും? എത്ര വയസ്സ് കാണുമായിരിക്കും ഏതമ്മയ്ക്ക്? ആ തള്ളക്ക്, അതിനകത്തുള്ള തള്ളക്ക് എനിക്കറിയത്തില്ല. ഏകദേശം നോക്കിട്ട് പറ കണ്ടിട്ട്. ഞാനെങ്ങനെയാ നോക്കണം? ഈ പ്രായമൊന്നും അറിയില്ല. അത് അതിന്റെ കണക്ക് പൊത്തി നോക്കാം. അന്തേച്ചം വേണം പറയാൻ. പ്രായം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്നലെ ഏകദേശം കാഴ്ച കാണുന്ന പ്രായം പറയത്തില്ലേ? എത്ര വണ്ടിയാ പോണത്? വണ്ടി വഴിയാ പോട്ടെന്നേ. വഴിയാ പോട്ടെ. ആ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? ആ പിള്ളേരെ പരിചയമുണ്ടോ? ഇങ്ങോട്ട് അടുത്ത് കാണിക്കേ. പിള്ളേരെ പരിചയമുണ്ടോ? ഇല്ല. ഇല്ലേ? അതുങ്ങളെ അറിയല്ലേ? അതുങ്ങളൊക്കെ ഇവിടെ സാധനങ്ങൾ എടുത്തോണ്ട് പോകും. ഇവിടെ വന്നോ? എല്ലാ സാധനങ്ങളും തിന്നണ സാധനേ കട്ടെടുത്തോണ്ട് പോവോ? ഇരിക്കുന്നിടത്തുനിന്ന് എടുത്തോണ്ട് പോകും തിന്നാൻ. തിന്നാൻ എടുത്തോണ്ട് പോടാ. ആണോ? അതിന് വരുന്ന പിള്ളേരാണത്? ആ പിള്ളേര് അങ്ങനെ അതിന് വരുന്ന പിള്ളേരാണോ? എടുക്കുന്ന സാധനങ്ങൾ വരുന്ന പിള്ളേരാണോ? പിള്ളേർക്ക് അങ്ങനെ നോട്ടുണ്ടല്ല. പിള്ളേർക്ക് അങ്ങനെ എന്റേതാണല്ലോ ഒന്നുമില്ല. അവർക്ക് കുറച്ച് ഇച്ചിരി വേണം. അത് അവരെടുത്ത് തിന്നും. അതാരുടെയും കുഴപ്പമില്ല. പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചെറുപ്പം മുതൽ കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഇനി പോകാം. എവിടെ? വെയിൽ പറിക്കാൻ. ചക്ക പറിക്കാനാണോ? പുല്ല് പറിക്കാനാണോ? ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. അതിന് ചക്ക പറിക്കാൻ പറ്റില്ലേ? ചക്ക പറിക്കാൻ പറ്റില്ലേ? ഏത് ചക്ക? നമ്മുടെ പറമ്പിലെ ചക്ക. പിന്നെ വീട്ടിൽ പറിച്ചപ്പോ ഇവിടെ നിന്ന് പറിച്ചിട്ട് നമുക്ക് ഒരുക്കാൻ, വെട്ടി ഒരുക്കാൻ പണിയുണ്ട്. കുട്ടിക്ക് ഒരുക്കൽ പണി തരുന്നുണ്ട്. അതൊക്കെ നാളെ ചെയ്താൽ നാളെ ചെയ്താൽ ഇന്ന് മുഴുകാൻ പറ്റുമോ? ഇന്ന് മുഴുകാൻ നാളെ ചെയ്താൽ മതിയോ? എപ്പോഴും ചെയ്യണം. പിന്നെ അതിലാ പറഞ്ഞേ എപ്പോഴാണെങ്കിലും ചെയ്യണം. പിന്നെ ഇന്ന് ചെയ്താൽ കുഴപ്പം. എനിക്കപ്പോഴായ ചക്കക്കാര്യമായിട്ടില്ലല്ലോ. കുറവാ. തീർന്നു. ചക്കെല്ലാം തീർന്നു. മൂത്ത് വരണം. അതിനകത്ത് വലിയ ചുളയുണ്ടാവും എനിക്ക് തോന്നുന്നു. വലുതാകുന്നില്ല. ഇത് വേവിക്കാനൊന്നും കാര്യമായിട്ടില്ല. എത്ര വണ്ടിയാ പോകുന്നത്? വണ്ടിയിലോ പോട്ടെ. ചാച്ചൻ വീട്ടിലുണ്ടോ? ചാച്ചൻ വീട്ടിലുണ്ടോ? ഫോൺ വിളിച്ച് ചോദിക്കാം. ഇല്ലെങ്കിൽ എന്നാ ചെയ്യുന്നു? അല്ലെങ്കിൽ എന്നാ ഈ അമ്മേനെ നോക്കാൻ ആരുമില്ലേ? അവിടെ ആരാ ഉള്ളേ? ചാച്ചനെ നോക്കാനാണ് അമ്മ പോണത്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണേ ആരാ? അവിടെയുള്ള ആൾക്കാർ നോക്കിക്കോളും. നോക്കും. നോക്കത്തില്ലേ? നോക്കൂന്ന് പറഞ്ഞിരുന്നാ മതി. നോക്കൂന്ന് പറഞ്ഞിരുന്നാ മതി അല്ലേ? ഒരെണ്ണം എടുക്കണം. ഒരു സാധനം എടുക്കണമെങ്കിൽ എത്ര സമയം ഇട്ടുകൊണ്ട് പറഞ്ഞാല
അവിടെ ആരൊക്കെ ഉണ്ട്? അത് വേണ്ടത്തികൾ നോക്കി അന്വേഷിച്ചിട്ട് ചാച്ചൻ കൂടാതെ അവിടെ ആരൊക്കെ ഉണ്ട്? സൂക്ഷിച്ച് വെക്കുകയില്ല. ചാച്ചനാ സൂക്ഷിക്കലാതെ? ചാച്ചന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആരാ സൂക്ഷിക്കലാതെ? ചാച്ചനൊക്കെ നല്ല വൃത്തിയും ശ്രദ്ധയായിട്ടുള്ള പരിപാടികൾ. ഒരു സാധനം കണ്ടമാനം നശിപ്പിച്ച് കളയാട്ടെ ഒന്നും ചെയ്യും. അന്തോ മെന്തോ ഇല്ലാത്തതല്ല. അതൊക്കെ എന്നാ ഡേറ്റായൊരു പെരുമാറ്റങ്ങളാന്ന് പറയാൻ പറ്റും. പിന്നെ ആരാ എടുത്ത് കളയുന്ന ആരാ? ചെയ്യണമെന്ന് പറഞ്ഞാലും ഓരോന്നും ചെയ്യണമെന്ന് പറഞ്ഞാലും അതിന് തടസ്സവും ഇല്ല. അമ്മയുടെ മകനാണ് അമ്മ എടുത്ത് കളയണത്. അതും ചെയ്യാമല്ലോ. അമ്മയുടെ മകൻ ജോമോനാണ് എല്ലാം എടുത്ത് കളയണത്. അത് എന്നാ എടുത്ത് കളയണം? അമ്മ പറഞ്ഞു അതാണ്ടൊക്കെ എടുത്ത് കളയുന്നു. ഒന്നും എടുത്ത് കളയല്ലേ? അവരൊന്നും എന്നാ എടുത്ത് കളഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ നടത്തും, അത്ര മാത്രം. പിള്ളേർക്ക് തീറ്റ കൊടുക്കുന്നതാണേലും ഇതൊക്കെ ചെയ്യണം. അത് അറിയാവുന്ന കാര്യമല്ല കാരണവന്മാർക്ക്. അതിനവർ പറയും. കാര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അമ്മ ഒരു പാട്ട് പാടിക്കേ. ഒരു പാട്ട് പാടാൻ. ഞാൻ പാട്ട് പാടാൻ പാടാറിയത്തില്ലേ? പാട്ടറിയത്തില്ല? അമ്മ എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. തന്നെ പറഞ്ഞില്ല. അമ്മ പാട്ട് പാടുവോ? പാടിക്കോ കൂടെ കൂടും നിങ്ങൾ പാടിയ. ഇനി പോകാം. പോകാം. ഇങ്ങനെ ഇന്നാ നേരം അങ്ങ് പോയി അങ്ങ് പോകും. അങ്ങ് ചെന്ന് കഴിയുമ്പോൾ പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം. അയ്യോ അന്തോ ഇല്ല ബന്ധോ ഇല്ലാതെ 2 അന്തോ ബന്ധം പറഞ്ഞു. എന്നാ കാര്യം ചെയ്യാനുള്ളേ? അവിടെ ചെന്നിട്ട് എന്നാ ചെയ്യാനുള്ളേ? എന്നാ ചെയ്യാനുള്ളതെന്ന്? എന്നാ ചെയ്യാനുള്ളതെന്ന് അവിടെ ചെന്നിട്ട്? എന്നാ ചെയ്യാനോ? അകത്തും പുറത്തും എല്ലാം പണിയുണ്ട്. എന്നാ പണി? എല്ലാ പണിയുണ്ട്. അകത്തും ഉണ്ട് പുറത്തും ഉണ്ട്. മൃഗങ്ങൾക്കും വേണ്ടിയിട്ട് കൊണ്ടും എല്ലാം ഉണ്ട്. ഇതെല്ലാം നോക്കി ചെയ്യണം. അല്ലാതെ അതും ഇതും ഒന്നും പറഞ്ഞോട്ടില്ല കാര്യമായി. ആരാ ചെയ്യുന്ന അവിടെ ചെന്ന് കഴിയുമ്പോ? ഓർത്ത് ചെയ്തോണ്ടിരിക്കണം. എന്തെങ്കിലും അന്തവും ബന്ധവും കൂടാതെ ശരിയാവുള്ളൂ. എന്താ നീ അന്തവും ബന്ധവും എന്ന് പറയുന്നത്? അത് ചിലത് ഇച്ചിരി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശരിയായില്ല. പിന്നെ അവിടെ കണ്ട് കുഴച്ചു പോകും. അതാണ് അന്തവും ബന്ധവും. ഓരോ നീറ്റായിട്ട് ചെയ്തു അതിനാണ് അന്തവും ബന്ധവും ഉള്ളതെന്ന് പറയുന്നത്. എന്തെങ്കിലും എല്ലാം കുഴയാതെ ഇരിക്കുള്ളൂ. ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുള്ളൂ ചെയ്യുള്ളൂ. തോന്നുന്ന പോലെയൊക്കെ തോന്നുന്നതിലേക്കൊക്കെ എത്തും പോയിന്നാൽ അവരവർക്ക് തോന്നുന്ന പോലെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പല തരത്തിക്കൂടെ വരുന്നത്. അത് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ അത് വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല. ഇതിങ്ങടെയൊക്കെ എടുക്ക ചെന്ന് പറയാനും പറ്റില്ല. കുടിയന്മാരുണ്ടാ പറയാൻ വേണ്ട. കുടിയന്മാരും എല്ലാവരും ഉണ്ടോ? പിന്നെ ആരാ ഇപ്പം കുടിയന്മാരുണ്ട്. ആരാമേ? കുടിയന്മാരുള്ളൂ അല്ലേ അമ്മച്ചി? പിന്നെ പോവാണോ? പിന്നെ ഓപ്പ് ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ ആർക്കൊണ്ട് പറ്റും? മടുത്ത് നീ ആ മണ്ടയ്ക്ക് കയറിയിരിക്കും. പേര് വേണ്ടായിരുന്നു. മാറ്റാൻ പോവാ. പേര് മാറ്റുവാ. ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ അല്ല ബർത്ത്ഡേ അല്ല, വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ആഘോഷങ്ങളൊക്കെ ഉള്ളൂ. അത് മതി. എനിക്ക് വലിയ ആഘോഷങ്ങളോട് താല്പര്യമില്ല. എന്റെ മകനും ആഘോഷങ്ങളോട് താല്പര്യമില്ല. വിവീനായിക്കും ഇപ്പഴില്ല. ചെറുപ്പത്തിലൊക്കെ വിവീനായിക്ക് ഭയങ്കരമായിരുന്നു. വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല. ഞങ്ങൾ സാധാരണ ആഘോഷിക്കുന്ന പരിപാടികൾ അതാതെ ഇവിടെ നിങ്ങളെ കാണിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് 29 ഡേറ്റ്, മെയ്. അന്ന് ഇവൾക്ക് അന്ന് അവധി കിട്ടാഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി വെച്ചത്. വിവീനയുടെ വേണമല്ലോ, എല്ലാവരും കൂടെ കൂടി ചെയ്യാൻ വേണ്ടി ആണ് ഇപ്പോൾ ചെയ്തത്. ഇപ്പം 40 രാവിലെ പോവും. അപ്പം അതിന് മുമ്പായിട്ട് മുറിച്ചതാണ്. അപ്പം ഞങ്ങൾക്ക് വിശ്വസ് നൽകുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളുടെ കൂടെ വേണം. പിന്നെ സപ്പോർട്ട് മെയിനായിട്ട് വേണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കേട്ടോ, ചെയ്തവർ കാണാൻ തുടങ്ങുമ്പോഴേ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ അതിങ്ങ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരു ചിരി ഒരാൾ തുടങ്ങിയ പിന്നെ മൊത്തം ചിരിക്കൂടെ. പിന്നെ ഷെയറും ചെയ്യുക. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങളുടെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ റീച്ച് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും.
പിന്നെ ഞങ്ങളുടെ വെഡിങ് പഴയ കല്യാണത്തിൻ്റെ വീഡിയോ ഇരിപ്പുണ്ട്. അതൊന്ന് ഞങ്ങൾ ഇട്ടുതരാം, ഒരു ദിവസം ഇട്ടുതരാം, എല്ലാവരും കൂടെ കൂടി കാണാൻ വേണ്ടി. വെഡിങ്ങിൻ്റെ വീഡിയോ സി ഡി കാണുന്നില്ല. എൻഗേജ്മെൻറ്റിൻ്റെയും തലവസര പരിപാടിയുടെയൊക്കെ ഉള്ള സി ഡി ഇരിപ്പുണ്ട്. വെഡിങ്ങിൻ്റെ സി ഡി തപ്പിട്ട് കണ്ടത് ഇവിടെ ഉണ്ട് സാധനം, ഇവിടെ അത് മനസ്സിലാകുന്നില്ല, കിട്ടിയിട്ടില്ല തപ്പിട്ട്. അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് കുറച്ച് കട്ട് ചെയ്ത് കളയാനുണ്ടല്ലോ, കുറേ പാട്ടും ഇതൊക്കെ ഉള്ളതൊന്നും ഇപ്പോൾ പറ്റത്തില്ല, കോപ്പിറൈറ്റ് കയറി പിടിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് കളയും. പിന്നെ സ്ഥിരമായിട്ട് പാത്രം കഴുകി ചായ വെച്ചാൽ എന്ത് കുടിച്ചിട്ട് ഇതൊക്കെ കൈ കഴുകി പാത്രം പാത്രം കഴുകാൻ ആ ചായ ഉണ്ട് അതേ പറ്റി തോന്നി കഴിയാൻ പോകും. ചായപാത്രം നമുക്ക് കഴുകാം. വാ ഇവിടെ വാ, ഇവിടെ വന്നിരിക്ക്, ഇവിടെ വന്നിരിക്ക്. ഇനി പോകാൻ നോക്കുമോ? പോണ്ട, വീട്ടിൽ പോയി കിടക്കണം. വീട്ടിൽ പോയി കിടക്കുന്നല്ലോ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം യൂട്യൂബിന്റെ പുതിയ നിയമം അനുസരിച്ച് സ്ഥിരമായിട്ട് വീഡിയോ കാണാത്തവർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല. വല്ലപ്പോഴും വീഡിയോ കാണുന്നവർ ചിലർ ഒന്ന് കമന്റ് ചെയ്യാറുണ്ട്, ഈ ഒത്തിരി നാളായാലോ കണ്ടിട്ട് അമ്മേനെ കാണുന്നില്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്, കണ്ടിട്ട് ഒത്തിരി അമ്മേനെ കാണുന്നില്ല. ചായയൊക്കെ എടുത്ത് കുടിക്കേ, എന്തിനാണ് വെച്ചാൽ. അതുകൊണ്ട് കാണുന്നവർ ഇനി റെഗുലറായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ, നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ പരിപാടി യൂട്യൂബ് നിർത്തണം. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഇനിയിപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എൻ്റെ ഇടയ്ക്കൊന്നും കാണാമെന്ന് വിചാരിച്ച് നിങ്ങൾ അല്ല പിന്നെ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ തന്നെ കയറി നോക്കേണ്ടി വരും. അതുകൂടെ എല്ലാവരും ഒന്ന് ഓർക്കുക, സ്ഥിരമായിട്ട് കാണുക. അതുകൊണ്ട് കാണുമ്പോൾ വളഞ്ഞു 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 വളഞ്ഞ് തേങ്ങായില്ല എന്നാവേ ഇടപാട് പറ്റും. എന്നാവേ തെങ്ങ് 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 ആ വഴി നിൽക്കണത് എത്ര പ്രാവശ്യം പറയുന്നു വെട്ടിക്കളയെ, എന്നിട്ട് പറഞ്ഞ അനുസരണയില്ല അമ്മയുടെ മകന്. അതല്ലേ കുഴപ്പം. വെട്ടിക്കളയണ്ട, ആ വളഞ്ഞതിന് നിവൃത്തിയാ മതിയോ? അറിഞ്ഞിട്ട് മതി. ആ തേങ്ങയൊന്നും കായ്ക്കത്തൊന്നുമില്ല. തേങ്ങ കായ്ക്കുമ്പോ പിന്നെ നമ്മൾ വെട്ടിക്കളച്ചിട്ടുണ്ടല്ലേ. തേങ്ങ അയച്ചിട്ട് മതി അല്ലേ? അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ വിശ്വസ്തത നൽകുന്ന എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ബൈ, ടാറ്റ 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 വേണം. ടാറ്റ. എലിക്കുട്ടീനെ നോക്കണ, എലിക്കുട്ടീനെ നോക്കുന്നതാ. ഏതാ അമ്മ? ആ അത് നോക്കും. പ്രായമായെങ്കിലും ഒത്തിരി പരിചയമുള്ളതാണല്ലേ, ഒത്തിരി കഷ്ടപ്പെട്ടേ കഷ്ടപ്പെട്ടോ? അത് നേരാ. ഏതാ ഏതാ അമ്മ? അമ്മയോ? അതും അവരുടെ വല്യമ്മ ആരുടെ? വിനായുടെ വീട്ട്. വിവീനയുടെ വല്യമ്മ. വിവീനയുടെയും വല്യമ്മ, അമ്മയുടെ അപ്പന്റെ അമ്മ. ആ അപ്പന്റെ അമ്മ. അത് തന്നെ അവിടുത്തെ വിവീനയുടെ വിവാന്റെ വല്യമ്മ, അപ്പന്റെ അമ്മ. ആ അല്ലേ വല്യമ്മ. വല്യമ്മ രണ്ടുണ്ടല്ലോ. അമ്മ തിരിച്ചു പറഞ്ഞായിരുന്നു അപ്പന്റെ അമ്മയാന്ന്. എന്താണ് അമ്മയ്ക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞേ? അല്ലേ ചുമ്മാ പറഞ്ഞല്ലേ? ചുമ്മാ പറഞ്ഞല്ലേ? ചുമ്മാ പറയണാന്ന്. എങ്ങനെയുണ്ട്? ആ ചിരിക്കുവാണ്. എന്നാ പറഞ്ഞ ചിരിക്കുന്നത്? തലമുടിയൊക്കെ വെട്ടിയിട്ട് നല്ലതാണോ? തലമുടിയൊക്കെ വെട്ടിയിട്ട് നല്ലതാണോ? തലമുടിയൊക്കെ വെട്ടിക്കളഞ്ഞേ ചൂടുണ്ടോ? വെട്ടിയിട്ട് ചൂട് കുറഞ്ഞില്ല. അപ്പഴേ നരവച്ച് പോയോണ്ട് വെളുത്തിരിക്കുന്നു. വെളുത്തിരിക്കുന്ന നല്ല 85-90 വയസ്സാകാറായില്ലേ? ഇനിയിപ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഓ അതൊന്നും അല്ലല്ലേ, പ്രായമൊന്നും ഒരു വിഷയമൊന്നുമല്ല, കാര്യമില്ല. പ്രായമൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പ്രായമൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ലേ? പ്രായം ഇനിയിപ്പോ എന്നാ ഇരിക്കുന്നേ? അവിടെ ആരാ? പ്രായത്തിന്റെ കുറച്ചിലും കൂടുതലും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ കുടുംബത്തിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.